നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. അടിവസ്ത്രം പോലും ധരിക്കാനിടയില്ലാത്ത, എന്നാൽ നക്ഷത്രശോഭയുള്ള പുറം വസ്ത്രങ്ങൾ അണിഞ്ഞ് കാമകേളികൾക്ക് ശരീരത്തെ സദാ സന്നദ്ധമാക്കി നടക്കുന്ന ഒരു കൂട്ടം ഭോഗതാരങ്ങളുടെ നിർബന്ധിത തുണിയഴിക്കലിന് വിധേയരാക്കപ്പെട്ട അഭിനേത്രികളുടെ തേങ്ങലുകൾ ഉൾപ്പെടുത്തിയുള്ള ജീവിതകഥയാണ് 165 മുതൽ 196 വരെയുള്ള ഖണ്ഡികകൾ ഒഴിവാക്കി ജസ്റ്റിസ് ഹേമ സമർപ്പിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. മിന്നും താരങ്ങളും സുന്ദരചന്ദ്രനുമായി ആകാശം നിഗൂഢം എന്ന ആമുഖത്തോടെ ആരംഭിക്കുന്ന വേദനയുടെയും ആകുലതകളുടെയും കാർമേഘങ്ങളുടെ കഥ പറയുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആണധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ തൊഴിലിനു പകരം ശരീരം ചോദിക്കുന്നവർക്ക് മുമ്പിൽ കാണിക്ക വച്ച ശരീരങ്ങളുടെയും മനസ്സുകളുടെയും തേങ്ങലുകളുടെയും വിങ്ങലുകളുമാണ് റിപ്പോർട്ടിൽ അധികവും. കേട്ടത് ഇത്രയെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ആ 30ഓളം പേജുകളിൽ അശ്ലീലത്തിൻ്റെ അടങ്ങാത്ത എത്രയോ ആഴക്കഥകളാകും ഉണ്ടാവുക. ആരുടെയൊക്കെ പേരുകളാണ് എന്നതല്ല വിഷയം എന്ന് ആവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ കുടപിടിക്കുന്നത് ആർക്കു വേണ്ടിയാണാവൂ? നീചവും നികൃഷ്ടവുമായ ആ പേരുകൾ നാം അറിഞ്ഞെങ്കിലല്ലേ അവരിൽ നിന്ന് അകലം പാലിക്കാനാകൂ. ഒരുപക്ഷെ രാജ്യത്തെ മഹനീയ പുരസ്കാരങ്ങൾ ഈ കാപട്യ കോമരങ്ങൾക്ക് സമ്മാനിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാനാകുമോ? ജനത്തെ അറിയിക്കേണ്ട ബാധ്യത സർക്കാരിനും അറിയാനുള്ള അവകാശം ജനത്തിനുമുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എഴുതാനോ പറയാനോ ആകാത്ത പലതുണ്ട് എന്നാണ് ജസ്റ്റിസ് ഹേമ സാക്ഷ്യപ്പെടുത്തുന്നത്. തുണി ഉരിയാനും ചുംബിക്കാനും 10-20 ടേക്കുകൾക്ക് നിർബന്ധിതമായ ഗതികേടിൻ്റെ കണ്ണീർ തേങ്ങലുകൾ. ഭയമാണവർക്ക്. മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്ത സിനിമാ സെറ്റുകൾ. വഴങ്ങിക്കൊടുക്കാതിരുന്നാൽ രാത്രി കതുക് തല്ലിപ്പൊട്ടിക്കുന്ന കാമ കിങ്കരന്മാർ. എന്തിന് പരാതി പറയാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷം. പറഞ്ഞാലോ വിലക്കും, ജീവിതം വഴിമുട്ടിക്കും. ഇത്തരക്കാരെ വിലക്കാൻ പ്രത്യേക പവർ ഗ്രൂപ്പ് പോലും സജ്ജരാണ്. കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാലം. വഴങ്ങാത്തവരെ മെരുക്കിയെടുത്ത് ട്യൂണിംഗ് നൽകി കിടക്കയിലെത്തിക്കാൻ പരിശീലനം സിദ്ധിച്ച ആൾക്കാരുടെ പവർ ഗ്രൂപ്പ്. ലഹരിക്കടിപ്പെട്ടവരുടെ ലൈംഗിക ഉപദ്രവം വേറെയും. സഹായിക്കുന്നവർക്ക് കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന ഓമന പേര്. ചാൻസുകൾ ഇവർക്കും. ഇത്തരക്കാരുടെ പേര് പുറത്തുവിടാതിരുന്നാൽ അണിഞ്ഞൊരുങ്ങി നമുക്ക് മുന്നിലെത്തുന്ന താരങ്ങളിൽ പലരെയും നാം വെറുതെ സംശയിക്കും. അത് പാടില്ല. ആദരിക്കേണ്ടവരെ മനസ്സിൽ പോലും അപമാനിച്ചുകൂടാ. നക്ഷത്രശോഭയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്ന പീഡിതരുടെ മനസ്സിൻ്റെ ഭാരമോർത്ത്, ദയനീയതയോർത്ത്, ഗതികേടോർത്ത് മലയാളത്തിൻ്റെ മനസ്സ് മരവിക്കും. പ്രതിപട്ടികയിൽ പ്രധാന താരങ്ങളും ഉണ്ടെന്നത് സംഭവങ്ങളുടെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നു. വേതനത്തിൽ പോലും വിവേചനം. പരാതിപ്പെട്ടാൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അശ്ലീല പെയ്ത്ത്, ഒറ്റപ്പെടുത്തൽ. സിനിമാ സംഘടനകളുടെ മീറ്റിങ്ങുകളിൽ മുതിർന്ന താരങ്ങളെ കാണുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ കൈകൂപ്പൽ ജീവന് വേണ്ടിയുള്ള യാചിക്കലാണെന്ന് തിരിച്ചറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടിവന്നു. ലൈംഗിക ചൊറിച്ചിലുകാരായ സ്ത്രീവേട്ടക്കാരെ പേടിച്ച് സിനിമാ സെറ്റുകളിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. നടുക്കുന്ന വിവരങ്ങളും വേദന നിറഞ്ഞ കഥകളും നിറഞ്ഞതാണ് റിപ്പോർട്ട്. സെക്ഷൽ ഓഫറുകളും സെക്ഷൽ ഡിമാൻഡുകളും ഉൾപ്പെടെ ഭയാനകമായ അന്തരീക്ഷത്തിനാണല്ലോ പാവം സ്ത്രീകൾ കളിച്ചും ചിരിച്ചും അഭിനയിക്കുന്നത് എന്നോർക്കുമ്പോൾ കേരളം ലജ്ജിക്കണം. ഉദ്ഘാടനങ്ങൾക്കും പൊതുപരിപാടികൾക്കും ആനയിച്ച് ആശ്ലേഷിച്ച് കൊണ്ടിരുത്തി ഇവറ്റകളുടെ വേദവാക്യം കേട്ട് എത്രയോ തവണ കേരളീയർ കയ്യടിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. ഒരു പുണ്യജലത്തിനും ഇവറ്റകളുടെ ദുർഗന്ധം അകറ്റാനാവില്ല. കരിയറിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആധാരവും യോഗ്യതയും വിട്ടുവീഴ്ചയാണ് പോലും. കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള വിട്ടുവീഴ്ച. അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനും വഴങ്ങിയാലേ വളർച്ചയുള്ളൂ പോലും. നേരിയ പ്രതീക്ഷ WCC എന്ന വനിതാ കൂട്ടായ്മയിലായിരുന്നു. ആ വനിതാ കൂട്ടായ്മയിൽ അംഗത്വം എടുത്തവരെ പോലും അകറ്റി നിർത്തി പുറത്താക്കാനുള്ള ശ്രമം സംഘടനകൾക്ക് പുതുമയുള്ളതല്ല. അതായത് കൂട്ടുത്തരവാദിത്തമുള്ള കറക്കു കമ്പനികളാണ് സംഘടനകൾ എന്നർത്ഥം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും സുഖിക്കാം എന്ന് സാരം. പോക്സോ കേസ് ചുമത്തേണ്ട സംഭവങ്ങളുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രാജ്യത്തെ നിലവിലെ നിയമങ്ങൾക്കൊന്നും കടന്നുകയറാനാവാത്ത, ആർക്കും ചോദിക്കാനാകാത്ത തൊഴിലിടമാണോ സിനിമാ മേഖല? പറയുന്ന വേതന ഒന്ന്, നൽകുന്നത് മറ്റൊന്ന്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെറിയൊരു തുക കൈത്തണ്ടയിൽ തിരികെ വെച്ച് ചില നടിമാരെ തിരിച്ചയക്കുന്നു. തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് കടന്നു ചെല്ലാത്ത ഒരിടം. യുവതാരങ്ങളിൽ പലരും ലഹരിക്കടിമകൾ. ഒക്കെ വെറും ഷോ. ഇവരുടെ ഷോ കാണാൻ നമ്മളും. നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമാകാനിടയില്ല. ഇരട്ട മുഖങ്ങളല്ല, ബഹുമുഖ പ്രതിഭകളാണിവർ. അല്ല, ബഹുമുഖ പ്രതിഭാസങ്ങൾ.